ഹായ്, ശ്രീലേഖ ഉമാധവി യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു റെസിപ്പി ആയിട്ടാണ്. ഡ്രാഗൺ ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഡ്രാഗൺ ചിക്കൻ നമുക്ക് ഉണ്ടാക്കിയാലോ? അപ്പോൾ നമുക്ക് കിച്ചണിൽ പോയി ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കാം. ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാത്ത കഷ്ണങ്ങളാണ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നമുക്ക് ഇനി ഇത് ചേരുവകൾ ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് 1 സ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട്. 1 സ്പൂൺ ചിരിപ്പൊടി, മഞ്ഞൾപ്പൊടി കുറച്ച് ആഡ് ചെയ്താൽ മതി. മുളക് പൊടി 2-3 സ്പൂൺ വരെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഒരു 2.5 സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് ഉപ്പ്, ഒരു മുട്ട, ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ചിക്കൻ നമ്മൾ പുരട്ടി മസാലകളൊക്കെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഏകദേശം 1 മണിക്കൂറോളം കഴിഞ്ഞു. അപ്പം നമുക്കിനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അടുപ്പ് അധികം പോകണേ. പാത്രം ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. കുറച്ച് എണ്ണ മതി. ചൂടായിട്ടുണ്ട്, എണ്ണ ചൂടായിട്ടുണ്ട്. ചിക്കൻ നമുക്ക് ഓരോ പീസായിട്ട് ഇതിലേക്ക് വയ്ക്കാം. ചിക്കൻ എല്ലാം നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഒരു ചെറു തീയിൽ വേണം അത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. സിമ്പിളാക്കി വയ്ക്കാം. ചിക്കൻ റെഡിയാവുന്ന സമയത്ത് നമുക്ക് ഫ്രൈ ആവട്ടെ. അതവിടെ ഇരുന്ന് നമുക്ക് അതിനുള്ള മസാല തയ്യാറാക്കാം. പാത്രം ചൂടായി. നമുക്കിതിലേക്ക് എണ്ണ ഒഴിക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരി നമ്മൾ മൂപ്പിച്ചെടുക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് മൂത്തു. നമുക്കിത് കോരിയെടുക്കാം. മാറ്റി വയ്ക്കാനിട്ട് സവാള ഇടാൻ പോവാണ്. സവാള ഇടാം. സവാള ഒന്ന് വാടി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത ഐറ്റം നമ്മൾ ചേർക്കുന്നുള്ളൂ. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ആഡ് ചെയ്യാണ്. 1 സ്പൂണ്. അതിലേക്ക് ക്യാപ്സിക്കം ചേർക്കണം. കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ചില്ലി പൊടിച്ചത് 2 സ്പൂൺ ചേർക്കും. ഉപ്പ് ആവശ്യത്തിന്. സോയാ സോസ് ഒരു 2 സ്പൂൺ. കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിക്കുകയാണ്. കുറച്ച് വെള്ളം ചേർക്കാണ്. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അടച്ച് വയ്ക്കാം. അതിലേക്ക് അണ്ടിപ്പരിപ്പ് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം.
റെഡിയായി കഴിഞ്ഞു. ഡ്രാഗൺ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എൻ്റെ ഒരു ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിക്കാം. അപ്പം ഞാൻ ഉണ്ടാക്കിയ ഡിഷ് അപ്പം ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് പറയുന്നതിനോട് എനിക്ക് മറ്റുള്ളവർ പറയുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് നമുക്ക് അവരോട് മസാല വരട്ടെ. മസാല എല്ലാം വരട്ടെ. എനിക്ക് വലിയ എരി വേണ്ട, അതുകൊണ്ട് കടുത്ത എരിയില്ല. നല്ല മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല മുരിഞ്ഞ പീസിനെ ഇട്ട് ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. കൊള്ളാം. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.